നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. പുത്തൻപീടികയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് അന്തിക്കാട് സ്വദേശി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ആലാച്ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. വിശദമായ വാർത്തകളിലേക്ക്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. വീടുകളിലും ദേവാലയങ്ങളിലും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും വർണ്ണ വെളിച്ചങ്ങളുമൊക്കെ ഒരുക്കി ഉണ്ണിയേശുവിനെ വരവേറ്റു. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി പൊന്നത്താലെ മാറ്റൊലിയോടെ തൃശൂവ പേരുണരുകയായി കൊട്ടുപാട്ടും കുഴൽ വിളിയോടെ ആനന്ദത്തിൻ നാർക്കുകളോടെ സാന്തക്ലോസിൻ നിരനിരയോടെ ആട്ടം നാടി പാടി തകർക്കാൻ. എങ്ങു നോക്കിയാലും വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ലൈറ്റുകളും നക്ഷത്രങ്ങളുമായിരുന്നു. ദീപാലങ്കൃതമായ പള്ളികളിലെ ക്രിസ്മസ് പാതിരാ കുർബാന വിശ്വാസികൾക്ക് ഒത്തുചേരലിന്റെ ആഘോഷമായി. വിവിധ സംഘടനകളും കൂട്ടായ്മകളും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തി. പുത്തൻപേടികയിൽ മുറ്റിച്ചു റോഡിന് സമീപം ബൈക്ക് അപകടത്തിൽ ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ക്രിസ്മസ് തലേന്ന് 12:30യോടെയായിരുന്നു സംഭവം. 32 വയസ്സുള്ള അന്തിക്കാട് സ്വദേശി ചിരിയങ്കണ്ടത്ത് റിറ്റ്സ് ആണ് മരിച്ചത്. മഞ്ഞപ്പിത്തം സ്വദേശി അറക്കവീട്ടിൽ സഫീർ, അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സ്വാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകര സർവതോഭദ്രം ആംബുലൻസ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ഒളരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും റിറ്റ്സ് മരിച്ചിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് മതിലിൽ ഇടിച്ചാണ് അപകടം നടന്നത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ബുധനാഴ്ച രാത്രി 11:30 യേശുവിന്റെ തിരുപ്പിറവിയുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. ഉണ്ണിയേശുവിന്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുകർമ്മങ്ങൾക്കു ശേഷം സമൂഹ നോമ്പുതുറയും ഉണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്രിസ്മസ് ക്രിബ് ഒരു മനോഹര കാഴ്ചയായിരുന്നു. മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ മത്സരം, KLM സംഘടനയുടെ നേതൃത്വത്തിൽ നക്ഷത്ര നിർമ്മാണ മത്സരം, ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ മത്സരം, ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം, മെഗാ ക്വയർ, ഇടവകയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോൺ നത്താലെ ഡാൻസ്, ജീനസ് യൂത്തിന്റെ നേതൃത്വത്തിൽ മെഗാ കേക്ക് കട്ടിംഗ് തുടങ്ങിയവ ക്രിസ്മസ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. മിഷൻ സൺഡേ കളക്ഷനിൽ 1ഉം 2ഉം സ്ഥാനക്കാരായ സെന്റ് ആന്റണീസ്, സെന്റ് ജോൺ കുടുംബ കൂട്ടായ്മകൾക്കുള്ള ട്രോഫികളും ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ക്രിസ്തുമസ് പാതിരാ കുർബാനയ്ക്ക് ശേഷം വിതരണം ചെയ്യുകയുണ്ടായി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ മാത്യു ഇരിമ്പൻ, സുനിൽ കുറ്റിക്കാടൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, പ്രോഗ്രാം കൺവീനർ MK തോമസ്, വിവിധ സംഘടനകൾ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് തറയിൽ കുടുംബ കൂട്ടായ്മയുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നു. വിവിധ കലാപരിപാടികളും ക്രിസ്തുമസ് കരോളും നടന്നു. തറയിൽ പത്മാവതി, ജയപ്രകാശൻ, സുരഞ്ജന ദാസ്, വിനയൻ, ശ്രീലൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ആല ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. ഡിസംബർ 24 മുതൽ 31 വരെ കഴിമ്പ്രം ബീച്ചിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ കൊടിയേറ്റം ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ബീച്ച് ഫെസ്റ്റിവലിന്റെ പതാക ഇവിടെ ഉയരുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്ന ഈ മഹോത്സവം അങ്ങനെ തന്നെ പറയണം. ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് നിറഞ്ഞുകൊണ്ട് ഒരു വലിയ മഹോത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിലുള്ളൊരു ചടങ്ങിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷമായി 11ാമത്തെ വർഷം കൊടിയേറ്റ് നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ ഹൃദയംഗമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിമ്പ്രം പ്രദേശം എനിക്ക് അന്യമായിട്ടുള്ള സ്ഥലമല്ല. ചെറുപ്പം മുതൽ എനിക്കൊരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണത്. എപ്പോഴും ഈ പ്രദേശത്ത് വരാനും ഈ ബീച്ചിലൊക്കെ പലപ്പോഴും വന്നിരുന്ന് കാറ്റുകൊള്ളാനൊക്കെ പണ്ടും സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഈ പരിപാടി നടത്തുമ്പോൾ അധ്യക്ഷ പ്രാസംഗികൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒത്തു ചേർന്നുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്, എല്ലാവരുടെയും ഒത്തുചേർന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വളരെ മനോഹരമായിട്ട് ഈ ചടങ്ങുകൾ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു. PS ഷജിത് അധ്യക്ഷനായി. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ താര ബാബു, NK ഭീതി ഹരൻ, അസീസ് പുറക്കുളം, സുനിത ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ വീരനാട്യം അരങ്ങേറി. 11 വർഷമായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ 1ാം ദിവസം രാവിലെ ഗുരുപൂജാനന്തരം അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, മൃത്യുഞ്ജയ ഹോമം, മഹാസുദർശന ഹോമം, കലശപൂജ, അഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം, താലം, ചെണ്ടമേളം, ചിന്തുപാട്ട്, തെയ്യം, കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി ശ്രീ ഹനുമാൻ സ്വാമിയെ വഹിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പുത്തൻതോട് കിഴക്കോട്ട് ടിപ്പു സുൽത്താൻ റോഡ് വഴി പോളി ജംഗ്ഷൻ വഴി തൃപ്രയാർ ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേർന്ന് ശ്രീരാമസ്വാമി ദർശനശേഷം ദീപാരാധന കഴിഞ്ഞ് തൃപ്രയാർ സെന്റർ വഴി നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ തിരിച്ച് എത്തിച്ചേർന്നു. മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനായി. മുഖ്യ കാര്യദർശി EK രാജൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷം നടത്തി. ഇടവകയിലെ മുഴുവൻ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി ക്രിസ്മസ് പുൽക്കൂട് മത്സരം, ബോൺ നറ്റാലെ, കരോൾ ഗാന മത്സരം എന്നിവ നടത്തി. രാത്രി 11:30 ആരംഭിച്ച പാതിര കുർബാനയ്ക്കും മറ്റു തിരുകർമ്മങ്ങൾക്കും വികാരി ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നോമ്പുവീടൽ ചടങ്ങും നടത്തി. പള്ളി അങ്കണത്തിൽ നിർമ്മിച്ച പുൽക്കൂട് കാണാൻ ഒട്ടേറെ പേർ എത്തി. കൈക്കാരന്മാരായ ANP ജോൺസൺ, CF ഡെൻസൺ, ജിജോ ജോസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ CA ജെയിംസ്, വിവിധ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.
എരിയുന്ന ഡിമോസിക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവമേ, പാപമാരിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കാലത്തിന്റെ പൂർണ്ണതയിൽ പ്രവൃത്തിന്റെ പ്രകാശമായി നിന്ന് സാധനായ എടമുട്ടം കാപ്പിരിക്കാവ് യുവമിത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പൊലിവാഘോഷം ശ്രീ തണ്ണീർക്കോട്ടത്ത് കാരയിൽ അന്നപൂർണേശ്വരി ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടത്തി. പ്രസിഡന്റ് ബിനോയ്, സെക്രട്ടറി മിഥുൻ, ഖജാൻജി പ്രമിൽ, രക്ഷാധികാരികളായ ഷാജി, ബാബു, സന്തീഷ്, സുജിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങളായ ഋഷിൽ, ജിതിൻ ലാൽ, യദു കൃഷ്ണ, മൃദുൽ, ബിബിൻ, അനന്തു, സംഗീത്, ശ്രീ വിഘ്നേഷ്, ഷിൽസ സന്തീഷ്, ശ്രീലക്ഷ്മി, സന്ധ്യ ഷാജി, മഞ്ജുള സജി, നിഷ സുനിൽ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശ്രീ കുരുമ്പ കൈപ്പമംഗലം, തൃശിവ കലാവേദി, നാട്ടിക എന്നീ ടീമുകളുടെ വീരനാട്യം അരങ്ങേറി. വർണ്ണമഴയോടുകൂടെ ആഘോഷം അവസാനിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം വട്ടയപ്പം മുറിച്ച് നടത്തി. കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഭാരവാഹികളായ ജഗദീഷ് രാജ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, സക്കീർ റസാഖ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, നിത ജോൺ, രേണുക റിജു, സാജൻ കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. അമ്മമാർക്ക് കേക്ക് സമ്മാനിച്ചു. ഇന്ന് ജനനമെടുത്ത യേശുക്രിസ്തുവിൻ്റെ ജന്മദിനാഘോഷമാണ് ഇന്ന് ലോകമൊട്ടുക്കും ആഘോഷിക്കുന്നത്. അപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുകയാണ്. ഞങ്ങളുടെ ഓരോ ആഘോഷവും ഇപ്പോൾ ഞങ്ങൾ പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് സ്റ്റഡി സെൻറ്ററും അതുപോലെ തന്നെ നെഹ്റു സ്റ്റഡി സെൻറ്ററും ഉൾപ്പെടെയുള്ള രണ്ട് സംഘടനകൾ ഒരുമിച്ചുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയൊരു ഇടവേള. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ 24 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ മാറ്റുരയ്ക്കുന്ന ആഘോഷദിന രാത്രങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. ഡിസംബർ 29 തീയതി വൈകിട്ട് 7 മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ, അമൃത സുരേഷ്, സിദ്ധാർത്ഥ് മേനോൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ്. ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക് ആരാധകർക്ക് ആവേശമായ, കാണികൾക്ക് ഹരമായ, ജൻസി തരംഗമായ തെന്നിന്ത്യൻ മ്യൂസിക് ബാൻഡ് മസാല കോഫി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് കൺസേർട്ട് കാനാടിക്കാവ് മൈതാനിയിൽ ഡിസംബർ 30 വൈകിട്ട് 7 മണിക്ക്. ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8 തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. ജനുവരി 2 വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിലയിൽ താളവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മടത്തിൽ വരവ് മേളത്തിന് നെടുംനായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടി സേവിക്കുന്നു. കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടിയും ശിങ്കാരിമേളവും. തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 3 ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു.
എഴുന്നള്ളിപ്പിന് അകമ്പടിയായി തിറയാട്ടവും മറ്റു ദൃശ്യവാദ്യ കലാരൂപങ്ങളും അരങ്ങേറുന്നു. ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. രൂപക്കള ദർശനം പരമപുണ്യം, രൂപക്കള സ്പർശനം പാപമോചനം, രൂപക്കള സമർപ്പണം ത്രികാലദോഷമോചനം. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു എന്ന യുവാവ്. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് മത്സരത്തിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും സ്വന്തമാക്കിയാണ് ബൈജുവിന്റെ ഏറ്റവും ഒടുവിലത്തെ നേട്ടം. ഇതോടെ 2026 നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിന്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടി ഈ 43-കാരൻ. പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു 2010 മുതലാണ് കായിക രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയ വഴികൾ താണ്ടിയത്. ശാരീരിക വൈകല്യമുള്ളവർക്കായുള്ള ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയായിരുന്നു ബൈജുവിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം 2025 ഡിസംബർ 21 തീയതി ഞങ്ങളുടെ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. അതിൽ ഡബിൾസിൽ സിൽവർ മെഡലും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ചന്ദ്രാപ്പള്ളി സ്വദേശി അശ്വിൻ പ്രദീപാണ്. മിക്സഡ് ഡബിൾസിൽ കോഴിക്കോടുള്ള രേഷ്മയാണ്. പിന്നെ കഴിഞ്ഞ വർഷം ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കലവും മിക്സഡ് ഡബിൾസിലും വെങ്കല മെഡലും കിട്ടിയിരുന്നു. 2013 ഡോർഫ് ഒളിമ്പിക്സ്, ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തു. 2013 അമേരിക്കയിൽ നടന്ന ഡ്വാർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി. ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചിലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിന്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു. 2023 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിന്റണിൽ സ്വർണവും
2024 ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിന്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി. ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ ചുരുങ്ങിയ കാലത്തിനിടയിൽ ബൈജുവിനെ തേടിയെത്തി. ഞങ്ങളെപ്പോലുള്ളവരുടെ ഈ സ്പോർട്സിന് കേരള സർക്കാർ കഴിഞ്ഞ വർഷം തുടങ്ങിയാണ് അംഗീകരിച്ചിട്ടുള്ളത്. എങ്കിലും ഞങ്ങൾക്ക് പോകാനുള്ള സാമ്പത്തിക സഹായമൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പോയത് 100 രൂപ ചലഞ്ച് നടത്തിയിട്ടാണ് ജാർഖണ്ഡ് പോയത്. ഇനി അടുത്ത വർഷം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുമെങ്കിലും എന്തായാലും കേരളത്തിൽ പ്രതിനിധീകരിച്ച് പോകാൻ പറ്റണം, സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേട്ടൻ ഒരു നല്ലൊരു ബാറ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെ സഹായിക്കണം അടുത്ത വർഷത്തെ ദേശീയ പാരാ ബാഡ്മിൻ്റൺ പങ്കെടുക്കാൻ. താങ്ക് യു. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബിലെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ്. തലശ്ശേരിക്കാരനായ റാഷിദിന് കീഴിൽ പെരിഞ്ഞനം പ്രതീക്ഷ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിശീലനം. കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തന്റെ സാന്നിധ്യം അറിയിച്ചു. അത്ഭുത ദ്വീപ്, ബെസ്റ്റ് ആക്ടർ, നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷന്റെ കവിതയെ ശരിവെക്കുന്ന രീതിയിൽ ഇനിയും ഉയരങ്ങൾ താണ്ടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബൈജു. വലപ്പാട് കോതുകുളം ബെന്നിക്കൽ അയ്യപ്പ സേവാ സമാജം മണ്ഡലകാല ആഘോഷങ്ങളുടെ ഭാഗമായി അന്നപൂർണ ചിന്തുപാട്ട സംഘം മേത്തലയുടെ ചിന്തുപാട്ട് നടത്തി. തീരദേശത്തെ ഏറ്റവും പഴയ അയ്യപ്പ സേവാ സംഘമാണ് ബെന്നിക്കൽ അയ്യപ്പ സേവാ സംഘം. തീർത്ഥാടന കാലത്ത് അയ്യപ്പന്മാർക്ക് വിരിവച്ച് വിശ്രമിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും സൗകര്യപ്രദമായ സങ്കേതം ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. ആഘോഷ പരിപാടികൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും അയ്യപ്പ സേവാ കമ്മ്യൂണിക്കേഷൻ, ബെന്നിക്കൽ അയ്യപ്പ സേവാ സംഘം കമ്മിറ്റി എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 7, 8 തീയതികളിൽ നാട്ടിക ശ്രീനാരായണ കോളേജിൽ വെച്ച് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് തളിക്കുളം ബ്ലോക്കിലുള്ള 5 പഞ്ചായത്തുകളിലും അടിയന്തര ഘട്ടങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ഒരു നിര സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിലെ പ്രഥമ ശുശ്രൂഷ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തൃത്തല്ലൂർ യൂണിറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ഡോക്ടർ KG രാധാകൃഷ്ണൻ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സുരേഷ് കുമാർ അധ്യക്ഷനായി. AK തിലകൻ, സജീഷ് ചാളിപ്പാട്ട്, കസീമ, സുധീർ KS, VR ഷീമ, സുജിത്, VR ഷെജിത്ത്, VS അനീഷ, CB വേണു, KS പ്രമോദ്, KK പ്രമോദ്, ഉണ്ണികൃഷ്ണൻ, TD ജ്യോതിഷ്, സജീവൻ തോട്ടപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. ഒരു ഹൗസ് സർജന് പോലും ഒരു ടെസ്റ്റ് വിടാൻ പറ്റും. 5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഹൗസ് സർജന് പോലും ഞാനൊക്കെ ഇഷ്ടംപോലെ ഇട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബ് ഇട്ട് ഒരു IV ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൂയിഡ് കൊടുത്തിട്ട് ആ കുട്ടിയെ അവിടെ തന്നെ ചികിത്സിച്ചാൽ മതി. വേറെ എവിടെയും കൊണ്ടുണ്ടായില്ല. കാരണം അവിടെ സർജൻ ഉണ്ട്, ഫിസിഷ്യൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ചെയ്തില്ല. ശരിയാണ്, അവർ ഭയപ്പെട്ടു, പാനിക്കായി, എടുത്തുകൊണ്ട് ഓടി പുറത്തേക്ക്. ഒരാൾ രക്ഷപ്പെടാൻ സാധ്യത എപ്പോഴായിരിക്കും? അയാൾക്ക് എവിടെ വെച്ച് പരിക്ക് പറ്റിയാലും രക്ഷപ്പെടാൻ സാധ്യത? ആശുപത്രിയിൽ അല്ലേ? ആശുപത്രി കോമ്പൗണ്ടിൽ. ഇനി ആശുപത്രി കോമ്പൗണ്ടിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയാൽ രക്ഷപ്പെടാൻ സാധ്യത എവിടെയാണ്? കാഷ്വാലിറ്റിക്കകത്ത്. അവിടെ വെച്ച പരിക്കുണ്ടായ ഇനി അതിനേക്കാൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് പരിക്ക് പറ്റിയാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ.
മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ കലാസന്ധ്യയിൽ ബുധനാഴ്ച വൈകിട്ട് മണലൂർ നീലാഞ്ജനം നൃത്തവിദ്യാലയം അവതരിപ്പിച്ച വിവിധ നൃത്യങ്ങൾ അരങ്ങേറി. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. MT താജൻ, സുനിൽ കൊച്ചത്ത്, TG രഞ്ജിത്ത്, CS അജീഷ്, TM ബിജു, ഗംഗ സുദർശ്, VA വൈശാഖ്, TC വിപിൻ, CH രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്രിസ്മസ് ഈവ് സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ മുഴുവൻ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തി ക്രിസ്മസ് ട്രീ മത്സരം, സ്റ്റാർ മത്സരം എന്നിവയുണ്ടായി. കൂടാതെ ബോൺ നത്താലെ, ഫ്ലാഷ് മോബ്, നാനോ പുൽക്കൂട് മത്സരം, കാർഡ് മത്സരം, കേക്ക് വിതരണം തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറി. പള്ളിയങ്കണത്തിൽ നിർമ്മിച്ച പുൽക്കൂട് ജനങ്ങൾക്ക് കൗതുക കാഴ്ചയായി. വൈകിട്ട് 11:30 ആരംഭിച്ച വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ അജിത് ചിറ്റിലപ്പള്ളി, ട്രസ്റ്റിമാരായ ജെയ്സൺ പോൾ, വിൻസെന്റ് വടക്കേത്തല, ജിൻഡോ ചാലിശ്ശേരി, ബൈജു ജോർജ്, പോൾ TJ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ കൊക്കാല അമ്പാടി ലൈനിലുള്ള മലബാർ നിധി ലിമിറ്റഡിന് മുൻപിൽ നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾ പ്രതിഷേധ ധർണ നടത്തി. സ്ഥാപനം നടത്തിപ്പുകാർ മലബാർ വികാസ് നിധി, മലബാർ ഫിനാൻഷ്യൽ സർവീസ്, വെൽകെയർ പ്രൊഫഷണൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നീ പേരുകളിൽ തൃശൂർ, പാലക്കാട്, മണ്ണാർക്കാട്, ചാവക്കാട് എന്നിവിടങ്ങളിൽ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നൂറുകണക്കിന് ആളുകളെ വഞ്ചിച്ച് കോടികൾ തട്ടിയ ശേഷം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ തൃശൂർ ഈസ്റ്റ്, പാലക്കാട്, മണ്ണാർക്കാട്, ചാവക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. എന്നാൽ പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ സമരത്തിന് ശേഷം മലബാർ നിധി ലിമിറ്റഡിന്റെ MD, ചെയർമാൻ, ഡയറക്ടർ എന്നിവർക്കെതിരെ നിക്ഷേപകരായ ജയമോഹൻ വടാനപ്പള്ളി, ഡെനി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസിൽ ഭീമ ഹർജി നൽകി.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടാനപ്പള്ളി മേഖല പെരിങ്ങോട്ടുകര യൂണിറ്റിലെ കാരുണ്യ വൃദ്ധസദന മന്ദിരത്തിലെ അമ്മമാരോടൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ചു. ഉദ്ഘാടന കർമ്മം കാരുണ്യത്തിലെ അമ്മമാർ ചേർന്ന് ക്രിസ്തുമസ് കേക്ക് മുറിച്ചുകൊണ്ട് നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് CS സുരേഷ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി KA ഷനൂപ്, ജില്ലാ ജീവകാരുണ്യ കൺവീനർ വേണു വെള്ളാങ്കല്ലൂർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV ജീസൺ, ജില്ലാ സ്പോർട്സ് സബ് കോർഡിനേറ്റർ KS നരേന്ദ്രൻ, ജില്ലാ പഠന കേന്ദ്രം സബ് കോർഡിനേറ്റർ രമേശ് അനന്യ, യൂണിറ്റ് ഇൻചാർജും ജില്ലാ കമ്മിറ്റി അംഗവുമായ സക്കീർ CM, മേഖലാ ട്രഷറർ ഫ്ലഡൻഡോ AV, മേഖലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ KS, മേഖലാ ജോയിന്റ് സെക്രട്ടറി AS സജീവൻ, മേഖലാ PRO ദിനേശ്, പെരിങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് PG വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സദനത്തിൽ അമ്മമാരോടൊപ്പം കുറച്ച് നിമിഷം നമുക്ക് അനുവദിച്ചു തന്നു. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ യൂണിറ്റിലെ അംഗങ്ങളും മേഖലയിലെ അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാം അത് ഒരു സന്തോഷത്തിൽ പങ്കുചേരാനും ഇവിടെ കുറച്ചു നേരം ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും നമുക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ വളരെ നന്ദി പറയുന്നു. വീണ്ടും ഇടവേള. ഈ ക്രിസ്മസ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്താലോ? പ്രിയപ്പെട്ടവർക്ക് ഒരു ലെറ്റർ എഴുതൽ മുതൽ ഷോപ്പിംഗ്, ഡൈനിങ്, ഫുൾ ഓഫ് എന്റർടൈൻമെന്റ്. ഈ വരുന്ന ഡിസംബർ 31 വരെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെയാണ്. നമ്മുടെ സ്വന്തം വൈമാൾ, ദ ജോയ്ഫുൾ വൈമസ്. മനസ്സ് തുറന്ന് പാടാൻ കരോൾ, ഓപ്പൺ മൈക്കും, സോൾഫുൾ ക്രിസ്മസ് കൊയറും, പിന്നെ ഡാൻസ് വിത്ത് സാന്റ, ഓർഗാമി വർക്ക്ഷോപ്പ്, ബാൻഡ് പെർഫോമൻസ്, ഫ്യൂഷൻ പെർഫോമൻസ്, കുട്ടി സാന്റ, കേക്ക് ബേക്കിംഗ്, ഡാൻസിംഗ് ഡോൾ, ബലൂൺ ആർട്ട്, ദ awaited വൈമാൾ 7th ആനിവേഴ്സറി സെലിബ്രേഷൻ ആൻഡ് ദ ന്യൂ ഇയർ DJ പാർട്ടി. സോ ഈ വെക്കേഷൻ ഇനി എവിടെ പോകുമെന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല. എല്ലാ ദിവസവും ഓരോ എക്സൈറ്റിംഗ് ഈവന്റ്സുമായി വൈമാൾ ഈ ക്രിസ്മസ് അങ്ങ് എടുക്കുക. അപ്പൊ എങ്ങനെയാ ഈ ക്രിസ്മസ് ജോയ്ഫുൾ ആക്കില്ലേ വൈമാളിന്റെ ജോയ്ഫുൾ വൈമസിനൊപ്പം? മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് നൃത്ത സംഗീതോത്സവത്തിന്റെ 2ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിനോദ സൗപർണിക കോട്ടയം അവതരിപ്പിച്ച സോപാന സംഗീതം പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. തുടർന്ന് കൊച്ചിൻ ധ്വനി മ്യൂസിക് അക്കാദമി അവതരിപ്പിച്ച സംഗീതാർച്ചന, ചാഴൂർ നടന സരോവരം അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീതം, ദേവ അച്യുതം സ്കൂൾ ഓഫ് മ്യൂസിക്, നാദം സംഗീത വിദ്യാലയം ഇരിങ്ങാലക്കുട എന്നിവയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സംഗീതാർച്ചന, അമേയ P രാജ് ചന്ദ്രാപ്പിനി അവതരിപ്പിച്ച കർണാട്ടിക് മ്യൂസിക് എന്നിവ അരങ്ങേറി. നൃത്തസംഗീതോത്സവത്തിന്റെ 3ാം ദിവസമായ വെള്ളിയാഴ്ച ഷൊർണൂർ അമൃതവർഷിണി കലാക്ഷേത്രം, തൃപ്രയാറിലെ നൃത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സ് എന്നിവ സംഗീതാർച്ചനയിൽ പങ്കെടുക്കും.
തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ മുൻ വിദ്യാർത്ഥി രശ്മി വീണ കച്ചേരി അവതരിപ്പിക്കും. കൂടാതെ മോഹിനിയാട്ടം, ഭരതനാട്യം, വീരനാട്യം, വായ്പാട്ട്, തിരുവാതിരക്കളി എന്നിവ ഉണ്ടായിരിക്കും. ജൈത്ര രജീഷ് വൈഗലക്ഷ്മി, സൂര്യ വടമ, ഗായത്രി ബിജു വെള്ളിക്കുളങ്ങര, ബിനു വാസുദേവൻ നമ്പൂതിരി കാരമുക്ക്, ആതിര വിനോദ് വടാനപ്പള്ളി, രവീന്ദ്രൻ മാസ്റ്റർ തളിക്കുളം, അമ്മു ടീച്ചർ ഐശ്വര്യ കണ്ണൂർ, റിമാദാസ് പെരിങ്ങോട്ടുകര തുടങ്ങിയ കലാപ്രതിഭകൾ നൃത്ത സംഗീതോത്സവ വേദിക്ക് മാറ്റുകൂട്ടും. വൈകിട്ട് വിഘ്നേശ്വര തിരുവാതിര സംഘം ചെറുവത്തേരി, കാവേരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വെള്ളിനേഴത്ത് അമ്മ കൈകുട്ടിക്കളി സംഘം നെടുമ്പാശ്ശേരി, അലങ്കൃത തുമ്പൂർ എന്നിവയുടെ തിരുവാതിരക്കളിയും വീരനാട്യവും അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് ചാഴൂർ KKG കളരി സംഘം അവതരിപ്പിക്കുന്ന കളരി ആയോധന കലാപ്രകടനം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും. AITUC 51ാം വാർഷിക സമ്മേളനം വാടാനപ്പള്ളി CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തി. CPI ലോക്കൽ സെക്രട്ടറി AM അനിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി VR മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. അഷ്റഫ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ദിജീഷ്, CB സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അഷ്റഫ് വലിയകത്ത്, വൈസ് പ്രസിഡന്റ് V ലാൽ, സെക്രട്ടറി PK പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി KC രതീഷ്, ലീഡർ MK മണി, ട്രഷറർ PK സുനിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാനും ഒക്കെ നമുക്ക് അത് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 1827 ആണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ തൊഴിലാളികളും കർഷകരും ഒക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വാടാനപ്പള്ളിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി വിപുലീകരിച്ച് കുറച്ചൊരു ഐക്യത്തോടു കൂടി. മണലൂർ കണ്ടങ്ങത്ത് ഭദ്രകാളി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് ഉത്സവം നടത്തി. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, വൈകിട്ട് ദീപാരാധന, അഷ്ടനാഗക്കളം എന്നിവയുണ്ടായി. തിങ്കളാഴ്ച രാവിലെ അഭിഷേകം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് മുത്തപ്പൻകളം, ദീപാരാധന, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം എന്നിവ നടന്നു. ചൊവ്വാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, എഴുന്നള്ളിപ്പ്, ദേവിക്ക് കളമ്പാട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ദേവിയുടെ രൂപക്കളം, മഹാഗുരുതി എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി OV സന്തോഷ് ആല മുഖ്യകാർമ്മികനായി. സുനിൽ ശാന്തി, സജീവൻ ശാന്തി, ക്ഷേത്ര ഭാരവാഹികളായ KU സുരേന്ദ്രൻ, KB ജയകിഷൻ, KV വത്സകുമാർ, KS ബാബു, KC സുരേഷ്, KA ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി.
AKTA അന്തിക്കാട് ആൽ യൂണിറ്റ് കൺവെൻഷൻ അന്തിക്കാട് പാൽ സൊസൈറ്റി ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ലൈല അധ്യക്ഷയായി. റീനമോൾ, TR സീമ, ഏരിയ സെക്രട്ടറി KA ജോയ്, ഏരിയ ജോയിന്റ് സെക്രട്ടറി VV ജിഷ, യൂണിറ്റ് സെക്രട്ടറി വിനീത സുരേഷ്, ട്രഷറർ മഞ്ജു, ശ്രീലയ എന്നിവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാധാചന്ദ്രൻ, സിജി ജോജു എന്നിവർക്ക് സ്വീകരണം നൽകി. ഭരണപരമായി നാം ഇന്ന് അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ചെറിയ വാക്കുകളിൽ അവതരിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഏരിയക്കകത്ത് 1637 മെമ്പർഷിപ്പും ജില്ലയിൽ 67,982 മെമ്പർഷിപ്പും 207 യൂണിറ്റുകളായി 39 ഏരിയ കമ്മിറ്റികളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം 81 മുതൽ നമുക്കുണ്ടായ ക്ഷേമഗതി കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ റിപ്പോർട്ടിലും ഉദ്ഘാടനം സംസാരിച്ചിട്ടുണ്ട്. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. വിവിധ പുൽക്കൂടുകൾ, ക്രിസ്മസ് ട്രീകൾ, വ്യത്യസ്തമായ സാന്റാക്ലോസ് രൂപങ്ങൾ എന്നിങ്ങനെ ഒരുക്കിയാണ് ക്രിസ്മസ് ആഘോഷം നടത്തിയത്. വലിയ സാന്റാക്ലോസ് രൂപം ഏറെ കൗതുകമുണർത്തി. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ ഗജമണ്ഡപ സമർപ്പണം നടത്തി. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പണി കഴിപ്പിച്ച ഗജമണ്ഡപം ഗജരാജൻ ചിറക്കൽ പരമേശ്വരൻ ദേവിക്ക് സമർപ്പിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉച്ചപൂജയ്ക്ക് ശേഷം ഗജപൂജ, ഗജമണ്ഡപത്തിന്റെ തച്ചൻ സതീശൻ ആചാരി, എഞ്ചിനീയർ ഷാജ് ശാർക്കര തുടങ്ങിയ വിവിധ പണികൾക്ക് നേതൃത്വം നൽകിയവരെ ആദരിച്ചു. തുടർന്ന് ഗജമണ്ഡപ സമർപ്പണം നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം കമ്മിറ്റി മെമ്പർമാരായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ, VB ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്ര മേൽശാന്തി മനോജ് മുഖ്യകാർമ്മികനായിരുന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും ഒരുക്കി ക്രിസ്തുമസ് ആഘോഷിച്ചു. വ്യത്യസ്തമായ പുൽക്കൂടുകൾ, ക്രിസ്തുമസ് ട്രീകൾ, വിവിധ സാന്റാക്ലോസ് രൂപങ്ങൾ എന്നിങ്ങനെ ഒരുക്കിയാണ് ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കിയത്. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ഡിസംബർ 27 ശനിയാഴ്ച ബാങ്ക് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ നടക്കും. പങ്കെടുക്കുന്ന അംഗങ്ങൾ ബാങ്ക് നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡോ അംഗത്വ നമ്പറോ കൊണ്ടുവരണം. പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് 150 രൂപ വീതം സിറ്റിംഗ് ഫീ നൽകുന്നതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ഏങ്ങണ്ടിയൂർ ചക്കാണ്ടൻ ശങ്കരൻ മകൻ നരേന്ദ്രൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ പ്രേമ, നിമ്മി, നിഷ, മിഥുന എന്നിവർ മക്കളും, രാജേഷ്, സുജിത്, സതീഷ് എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം നടത്തി. വാടാനപ്പള്ളി തൃത്തല്ലൂർ വെസ്റ്റ് പുത്തൻപള്ളിക്ക് സമീപം താമസിക്കുന്ന തേപ്പറമ്പിൽ മുഹമ്മദ് ഇബ്രാഹിം മാഷ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. അറബി അധ്യാപകനും മുഹമ്മദീയ മദ്രസയുടെ മുൻ സെക്രട്ടറിയുമായിരുന്നു. തൃത്തല്ലൂർ വെസ്റ്റ് കൊടുങ്ങുപള്ളിയിൽ ഖബറടക്കം നടത്തി. ഭാര്യ ഐഷാബി ടീച്ചർ, മക്കൾ ഇസ്മായിൽ, ഇസ്ഹാഖ്, അസ്മ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവയുടെ ഓർമ്മ പുതുക്കി നാടെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. പുത്തൻപീടികയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് അന്തിക്കാട് സ്വദേശി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു.
ആലാച്ചേറ്റുവ മണപ്പുറം കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.